കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ മാറ്റത്തിൽ പരിഹാസവുമായി LDF കൺവീനർ ഇ പി ജയരാജൻ. പലരും ചാടിയതോടെ കോൺഗ്രസ് ആകെ കൺഫ്യൂഷനിലാണ്. ഇന്നോ നാളെയോ മറ്റാരെങ്കിലും ചാടാൻ സാധ്യതയുണ്ട്. ബോർഡുകളും ചുവരെഴുത്തുമെല്ലാം നടത്തി പിന്മാറേണ്ട അവസ്ഥയാണ് കോൺഗ്രസിനെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിക്കാൻ കഴിയാത്ത തരത്തിൽ അതിനകത്ത് ഗ്രൂപ്പ് വഴക്കുകളും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളും ഒക്കെയായി ഇപ്പോഴൊരു സംഘർഷപൂരിതമാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് പലരും പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഒരാൾ ചാടി, എനിക്ക് തോന്നുന്നു ഇന്നും ചാടാനുള്ള സാധ്യതയുണ്ട്. ഇടതുപക്ഷ മുന്നണി ഏതാണ്ട് 2 ആഴ്ചക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ സുരേഷും സലീം മാലിക്കും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം രാഹുൽ സുരേഷിലേക്കാണ്. രാഹുൽ, ഈ കെ മുരളീധരൻ്റെ മാറ്റം അത് പ്രവർത്തകർ തന്നെ ഒരു അമ്പരപ്പിലാണ്. അതുമായി ബന്ധപ്പെട്ട് വടകരയിലെ അവർ അനൗദ്യോഗികമായി പ്രചാരണമൊക്കെ സജീവമാക്കുന്ന പശ്ചാത്തലമായിരുന്നു. ഇന്ന് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചത് എന്താണ്? നാളെ അദ്ദേഹം അവിടെ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം എത്തുന്നത്. എന്താണ് പ്രവർത്തകർ പൊതുവായി പങ്കുവയ്ക്കുന്ന വികാരം? കെ മുരളീധരൻ ഇന്ന് പ്രതികരിച്ചത് എന്തായിരുന്നു? രാഹുൽ സുരേഷ്. ടി കെ, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു മറുപടി നൽകാൻ കെ മുരളീധരൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്നലെ രാത്രി ഈ വാർത്ത പുറത്തു വന്നതോടെ പതിവ് പോലെ എല്ലാ മാധ്യമങ്ങളും രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി വീട്ടിലെത്തി. രാവിലെ 7 മണിക്ക് മാധ്യമങ്ങൾ വീട്ടിലെത്തിയെങ്കിലും 8:30 അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചു. തുടർന്ന് നമ്മളെല്ലാം ഇവിടെ നിന്ന് മടങ്ങണമെന്നൊരു ആവശ്യം കൂടി കെ മുരളീധരന്റെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനുശേഷമാണ് ഒരു 10 മണിയോടുകൂടി അദ്ദേഹം പുറത്തേക്ക് എത്തിയത്. ഇതിനിടയിലാണ് വീണ്ടും മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയത്. എന്നാൽ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ തീരുമാനം വന്ന ശേഷം പ്രതികരിക്കാമെന്ന കാര്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല, പ്രതിഷേധം കൊണ്ടല്ല താൻ പ്രതികരിക്കാത്തത്, ഔദ്യോഗികമായ തീരുമാനം വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ മറ്റന്നാൾ വടകരയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നിരുന്നു. മാത്രമല്ല, ഇന്ന് രാവിലെ അദ്ദേഹം വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കൂടി ഇരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത്. ആ കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി ആരായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം വടകരയിൽ നടക്കുന്നുണ്ട്. അണികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചെത്തും. അതിനുശേഷം ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം തന്നെ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വടകരയിൽ കെ മുരളീധരന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിരുന്നു. ചുവരെഴുതിയിരുന്നു, പോസ്റ്ററുകൾ പുറത്തിറക്കിയിരുന്നു. ഇതെല്ലാം ഇനി മായ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും. ഇതുവരെയും വടകര മണ്ഡലത്തിലെ ബോർഡുകൾ മാറ്റുകയോ അല്ലെങ്കിൽ ഈ ചുവരെഴുത്തുകൾ മായ്ക്കുകയോ ഒരു അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറുകയാണെങ്കിൽ, പകരം ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.